ഉണ്ടായിരുന്ന താമാറമ്മ. നിങ്ങൾക്കിതൊന്നും മത്തായിലുണ്ടെന്ന് 4-5 പെണ്ണുങ്ങൾ വായിര് പുള്ളി താളം പിടിച്ചിരിക്കുക. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ പുള്ളി അല്ല വായിക്കുന്നത്. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എന്നാ ഇപ്പൊ അവിടെ ജനിക്കുന്നില്ല, വേറെ എവിടെയെങ്കിലും പോയി ജനിച്ചാ മതിയല്ലോ. അങ്ങനല്ല, സൂക്ഷിച്ച അവിടെ തന്നെ. ഏത് കുടുംബത്തിൽ നിന്നാ? അത് ഇന്ന കുടുംബത്തിൽ നിന്നാ. ഈ യേശു ജനിക്കാതിരിക്കാൻ ശാശന്തെല്ലാം തന്ത്രം ഒപ്പിച്ചെന്നറിയാമോ? പിന്നെ ജനിക്കാതിരിക്കാനേ, കന്യക ജനിക്കാതിരിക്കാൻ ഈ കുടുംബത്തിനകത്ത് വേറെ പെണ്ണുങ്ങളെ ഉരുട്ടി കയറ്റി. ഈ കന്യക എന്നല്ലേ ജനിക്കണ്ടേ? അതിന് ശാശൊപ്പിച്ച വേലയെന്ന് പറഞ്ഞ 3-4 പെണ്ണുങ്ങളെ ഇതിനകത്ത് കയറ്റി. 1 റാഹാബ് തള്ള ഇതിനകത്ത് കയറ്റി. 2 രൂത്തിനെ ഇതിനകത്ത് കൊണ്ടുവന്ന് കയറ്റി. മോവാബി സ്ത്രീയാ, 10 തലമുറ കയറരുത്. തള്ളേനെ ഇതിനകത്ത് കൊണ്ട് കയറ്റി. ശാശൊപ്പിച്ച വിനകൃതിക്ക്. പക്ഷെ ഇതെല്ലാം ദൈവം അനുകൂലമാക്കി കൊണ്ടുവന്നു. ഊരിയാവിന്റെ ഭാര്യയായിരുന്നവൾ, അങ്ങനെ ആ പുസ്തകത്തിൽ പേര് തള്ളയുടെ പേരെഴുതിയില്ല. ഊരിയാവിന്റെ നമുക്കറിയാമല്ലോ ആരാന്ന്. ആ തള്ള ഇതിനകത്ത് കയറ്റി. വേറൊരു തള്ളയുണ്ടായിരുന്ന താമാറമ്മ. നിങ്ങൾക്കിതൊന്നും മത്തായിലുണ്ടെന്ന് 4-5 പെണ്ണുങ്ങൾ വായിര് പുള്ളി താളം പിടിച്ചിരിക്കുക. പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ പുള്ളി അല്ല വായിക്കുന്നത്. പെട്ടെന്ന് വായിച്ചോ. 3 മുതൽ അങ്ങോട്ട് വായിച്ചു. 1 മുതൽ വായിച്ചോ. മത്തായി 1:1 മുതൽ വായിക്കാൻ. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലിക്കകത്ത് പെണ്ണുങ്ങളെ എല്ലാം കൂടെ കയറ്റി. അബ്രഹാം ഇസ്ഹാക്കിന് കന്യകയെന്ന് ജനിക്കാതിരിക്കാൻ വാഗ്ദത്തം ചെയ്തത് കന്യക ഗർഭിണിയാകുമെന്നല്ലേ? അതിനായി പെണ്ണുങ്ങളെ ഇതിനകത്ത് കയറ്റിച്ചു. ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി കൊണ്ടുവന്നു. അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ അബ്രഹാമിന്റെ പുത്രനായി ദാവീദിന്റെ പുത്രനായി യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും എന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിന്റെ ആദ്യത്തെ തള്ള. ഏതാ? താമാറമ്മ. പരേശിനെയും അവിടെ നിൽക്കുന്ന തള്ളയെ പറ്റി പറയട്ടെ. അല്ല ഇതിനകത്ത് കൊണ്ട് കയറ്റി. അല്ല വഴിയരികെ ഇരിക്കുകയായിരുന്നു. പുള്ളി യോഗമെല്ലാം കഴിഞ്ഞ് വരുമ്പോ തള്ള പതുക്കെ മമ്മി അയ്യോ ഉള്ള കാര്യമായി പറഞ്ഞ്. പുള്ളി ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വരുമ്പോ തള്ള സ്വോത്രമൊക്കെ പറഞ്ഞ് അവിടെ പമ്മിയിരുന്നു. അറിയാമല്ലോ 8:14 വായിച്ച 38:14 ഉൽപ്പത്തി 38:14. ഞാനിതൊന്നും പ്രസംഗിക്കാൻ വന്നതല്ല, അങ്ങ് കേറി പോവുക. വചനമല്ലേ 38:14. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച അവളുടെ പേരാ മുമ്പേ വായിച്ച താമാറ്. ഒരു മൂടുപടം മൂടി പുതച്ച. അതാ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇരുന്നെന്ന് നിങ്ങളോടത്ത് ഞാൻ ഒപ്പിച്ചതാണോ? തിന്മാക്കി പോകുന്ന വഴിക്കുള്ള എനായി പട്ടണത്തിൽ ഗോപുരത്തിലിരുന്നു. ഉൽപ്പത്തി പുസ്തകം 38 പഠിക്കുമ്പോൾ യഹൂദ അക്കാലത്ത് സഹോദരന്മാരെ വിട്ടു പുറപ്പെട്ടെന്ന അല്ലേ? 38:1. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് സഹോദരന്മാരെ വിട്ടെന്ന്. ഈ കൂട്ടം വിട്ടു നടക്കുന്നവന് സ്വേച്ഛത അന്വേഷിക്കും. യഹൂദ വിട്ടുപോയി. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ടുപുറപ്പെട്ട് ഹീരാം എന്ന് പേരുള്ള അതുല്യാമിന്റെ അടുക്ക ചെന്ന് ശൂവ എന്ന് പേരുള്ളൊരുത്തന്റെ മോളെ കെട്ടി. അവക്ക് താമാറ. അപ്പൊ ഇവളെ മൂത്ത മകൻ ഏറെ കെട്ടി. അവനങ്ങ് ചത്തുപോയി. അപ്പൊ അവന്റെ അനിയൻ ദേവരധർമ്മം അനുസരിക്കാൻ അവന്റെ അനിയൻ ഓനാൻ അവനും ചത്തു. പിന്നെയുള്ളവനാ ശേല. അവനന്ന് പ്രായമായില്ല. അവനിങ്ങനെ മൊബൈലിൽ കളിച്ച് നടക്കുന്നതല്ലാതെ ഇവന് പ്രായമായില്ല. അവനിങ്ങനെ ഹായ് ചാറ്റുമൊക്കെ ചെയ്യുമെന്നുള്ളൂ. അവൻ പ്രായമായില്ല, എന്നാലും അവൻ്റെ കയ്യിലുണ്ടൊരു മൊബൈല്. ഹായ് സൂസ്
ഉണ്ടെന്ന് ഇതിനകത്തൊക്കെ കാണും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവൻ നോക്കുന്നത്, പിന്നെ വരാന്ന് യോഗത്തിനിരിക്കുകയെന്ന്, പിന്നെ അവന് താമാർ വിളിക്കുന്നുണ്ടതാ. അപ്പൊ ഇവന് ഇതെല്ലാം വെച്ച് ഇങ്ങനെ പരുവക്കേടി പോവുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ താമാർ ഈ ശേലയ്ക്ക് വിവാഹം കഴിക്കാൻ യഹൂദ ഉടമ്പടി ചെയ്തു. യഹൂദ തെറ്റിച്ചു. ശേല പ്രാപ്തിയായിട്ടും, അതാ 38:14 വായിച്ച ശേല വായിര്. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവള് വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടമെല്ലാം കൂടെ പൊതച്ച് തിണ്ണയ്ക്ക് പോകുന്ന വഴിയരികെ എനയി പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതുക്കൽ പമ്മിയിരുന്നു. യഹൂദ ആടകട രോമമെല്ലാം കത്തിച്ച ചടങ്ങ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സ്ത്രീ പതിയിരുന്ന് യഹൂദയെ ചതിച്ചു വഞ്ചിച്ചു. ഇവനുമായിട്ട് കൽപ്പനാലംഘനത്തിൽ അകപ്പെടുവാൻ പദ്ധതി കിട്ടപ്പോൾ അവൾ പറഞ്ഞു, നീ എനിക്ക് ആടുകളെ തരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞ ആടില്ല, അന്ന് പണയം തരാൻ പറഞ്ഞു. ഭാഗം വായിക്കുമ്പോൾ പണയം. അപ്പോൾ യഹൂദ 3 സാധനങ്ങൾ പണയം കൊടുത്തു. മോതിരച്ചരട്, മുദ്രമോതിരം, വടി. ഇത് 3 പണയം കൊടുത്ത് ഈ സ്ത്രീയുമായിട്ട് കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ടു. തന്നിമിത്തം ഈ താമാറ് അമ്മാവിയപ്പനാകുന്ന അവൻ യഹൂദയാൽ ഗർഭവതിയായി അങ്ങനെ പിറന്ന സന്തതിയാണ് പേരസും സേരകും. ഇതിനകത്ത് കളവൊപ്പിച്ചു പിശാച്. എന്തിനാന്നറിയാമോ? യേശു ജനിക്കാതിരിക്കാൻ. കാരണം യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14 അവൻ കന്യക ഗർഭിണിയാകുമെന്ന. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ദൂത് പറഞ്ഞത് അവൻ സ്ത്രീയുടെ സന്തതി. ആ സ്ത്രീയുടെ സന്തതിയായി പിറക്കാതിരിക്കാൻ പിശാച് അവൻ തന്ത്രം ഒപ്പിച്ചു. പക്ഷേ സാത്താന്റെ കെട്ടുകളെ അടിപ്പാനാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഞാൻ ഈ വിഷയം നിന്ന് പ്രസംഗിച്ചാൽ വെളുക്കോളം നിന്ന് ചിലപ്പോൾ പ്രസംഗിച്ചെന്ന് വരും. നിങ്ങൾ ചിലർ ഇരുന്നെന്നും വരും. പോകുമ്പോൾ നിങ്ങൾ പറയാം, അയാളുടെ തൊഴിലാതാന്ന് പറയാം, അയാൾ ഇന്നലത്തെ എൻ്റെ കേട് തീർത്തതാന്ന് പറയും. ദൈവത്തിന് മഹത്വം. അപ്പൊ 1-ാമത്തെ സ്ത്രീയെ താമാറിനെ ഇതിനകത്ത് കയറ്റി വിട്ടു. താമാർ അങ്ങോട്ട് പോയപ്പോൾ രൂത്തിനെ രാഘാവിനെ കയറ്റി വിട്ടു. ഇല്ലയോ? മത്തായി 4 മുതൽ അങ്ങോട്ട് വായിച്ചു. മത്തായി 1:4. ആരാം അമ്മിനാദാബിനെ ജനിപ്പിച്ചു. അമ്മിനാദാബ് നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ ശലോമോനെ ജനിപ്പിച്ചു. ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ കേൾക്കരുത്. എടാ, ഞാൻ ചെയ്യാത്ത കാര്യം നീ ഇവിടെ നിന്ന് വായിച്ച. ശൽമോൻ അവൻ പടലിൽ കത്തിയും കേട്ടോ. ഒന്നുകൂടെ വായിച്ച 1 മുതൽ വായിര്. അബ്രാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സരഗിനെയും ജനിപ്പിച്ചു. പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ ആരാമിനെ ജനിപ്പിച്ചു. ആരാം അമ്മിനാദാബിനെ ജനിപ്പിച്ചു. അമ്മിനാദാബ് നഗശോനെ ജനിപ്പിച്ചു. നഗശോൻ ശൽമോനെ ജനിപ്പിച്ചു. ശൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസിനെ ജനിപ്പിച്ചു. രാഘാബ് 2-ാമത്തെ തള്ളയാ. തള്ളയുടെ തൊഴിൽ എന്നാന്ന് യോശുവയുടെ പുസ്തകം പഠിക്കുമ്പോൾ അറിയാം. ആ ഭാഗത്ത് ഒന്നും പോകുന്നില്ല. ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിടത്തെല്ലാം കൊടുത്ത പദം ഇങ്ങനെ റാഗാബ് എന്ന വേശ്യ. റാഗാബ് എന്ന വേറെ പുസ്തകം മുഴുവൻ പഠിച്ചു. അവിടെ എല്ലാം അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്, വിശദീകരിക്കണ്ട. അപ്പൊ ഈ സ്ത്രീയെയും ഇതിനകത്ത് കയറ്റി. എന്താ? തിരുപ്പറവി നടക്കാതിരിക്കാനാ. തിരുപ്പറവി ഒരു കാരണവശാലും ഇതിനകത്ത് നടക്കരുത്. കാരണം വാഗ്ദത്തം ചെയ്ത് വെച്ചിരിക്കുന്നത് കന്യക ഗർഭിണിയാകുമെന്ന. അതിനായി പെണ്ണുങ്ങളെ എല്ലാം കൂടെ ഇടിച്ച് ഈ കുടുംബത്തിനകത്തോട്ട് ഒന്നും വിശദീകരിക്കുന്നില്ല. റാഗാബ്. അടുത്ത വായില് സൽമോൻ രാഹാബിനെ ജനിപ്പിച്ചു. ബോവസിനെ ജനിപ്പിച്ചു. ബോവസ്
നന്നായിട്ട് വായിക്കും. ജനിപ്പിച്ചെന്ന് പറയാനും വൃത്തിയായിട്ട് വായിക്കും. സൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ശൽമോൻ രാഗാബിൽ ബോവസിനെ ജനിപ്പിച്ചു. അടുത്തത് ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. മൂന്നാമത്തെ സഹോദരി രൂത്ത് ഉണ്ടോ? 3 എണ്ണത്തിനെ ഇപ്പൊ കയറ്റി. രൂത്താരാ? മോവാബിയ സ്ത്രീയാ. ആവർത്തനം 23:3 വായിച്ചേ. ആവർത്തനം 23:3 പെട്ടെന്ന് വായിച്ചു. ഒരു അമ്മോന്യനോ മോവാബിയനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. പിന്നെ അവരുടെ 10ാം തലമുറ പോലും 10 തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. രൂത്തിനെ കൊണ്ട് ഇതിനകത്ത് കയറ്റി. രൂത്തിനെ ഇതിനകത്തോട്ട് സ്തോത്രം. അതൊക്കെ ദൈവം അനുകൂലമാക്കി കൊണ്ടുവന്നു. സാത്താന്റെ ഓരോ സൂത്രബുദ്ധികളാണ്. അല്ലാ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ രൂത്തിനെ ഇതിനകത്ത് ഭാഗ്യവശാൽ വന്നതാ. അമ്മായിയമ്മയായിട്ട് 2 പേരൂടെ നടന്നില്ല. അമ്മായിയമ്മ ഓട്ടോയ്ക്ക് വിട്ട ചവള് കാറ കയറി പോരുമല്ല. രണ്ടും നടക്കുക. അങ്ങനല്ലേ എഴുതിയേക്കുന്നത്. 2 പേരും കൂടെ നടന്നെന്ന. രൂത്തിന്റെ പുസ്തകം 1:19 വായിച്ച്. 2 കൂടെ നടക്കുകയായിരുന്നോ അതോ വണ്ടിക്കായിരുന്നോ? വായിക്ക. രൂത്തിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. 1:19. അങ്ങനെ അവർ 2 പേരും ബത്ലഹേം വരെ നടന്ന് വന്ന് പിന്നെ ബോവസിന്റെ വയലിലൊക്കെ വന്ന് പെറുക്കി. അറിയാവല്ലോ. സ്തോത്രം. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ. വന്നിടുവിൻ മാനവരെ ബോവസിൻ കാലായിൽ. തൻ വയലിൽ വേല ചെയ്യും തൻ ജനത്തിൻ കൂടെ. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്ത് ഭാഗ്യം വച്ചാൽ ബോവസിൻ കാലായിൽ. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ. എന്നതുപോൽ വന്നിടുമോ സ്നേഹിതരെ നിങ്ങൾ.
സമയം ഒത്തിരി പോയി, ഞാൻ അങ്ങ് നിർത്താം, മതി. ഇനിയും പിന്നെങ്ങാനും അവസരം കിട്ടുകയാന്നേ വിളിക്കുകയാന്നേ ഇതിൻ്റെ ബാക്കി അന്ന് പറയാം. ഞാൻ കർത്താവ് അനുവദിക്കുകയാന്നേ പിന്നീട്. ഇപ്പം തന്നെ ഇനിയും പറഞ്ഞാൽ ഞാനൊരു 4 മണിക്കൂറോടെ പറയാനുള്ളതുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ. 10 സുവിശേഷത്തിൻ്റെ 10 വിശേഷത പറയാനാ, 3 വന്നതേ ഉള്ളൂ. അപ്പൊ ഈ സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത, ഇത് ദൈവം മുൻപ് വാഗ്ദത്തം ചെയ്തതാണ്. ഈ കുടുംബത്തിനകത്ത് കന്യകാസൂനുമായി വരാതിരിക്കുവാൻ, സ്ത്രീയുടെ സന്തതിയായി വരാതിരിക്കാൻ സാത്താൻ ഒപ്പിച്ച വിനകൃതിയ. ആദ്യം ഒരമ്മയെ കയറ്റിവിട്ടു, താമാർ കുട്ടി. രണ്ടാമതൊരു തള്ളയെ കയറ്റിവിട്ടു, ആരാ? രാഘാവ് അമ്മയെ കയറ്റിവിട്ടു. 3-ാമത് ഇപ്പൊ കയറ്റിവിട്ടു, രൂത്തമ്മയെ കയറ്റിവിട്ടു. 4-ാമതൊരു തള്ളയും കൂടെ വന്നു. അത് വായിച്ച് അടുത്ത വാക്യം വായതോടെ, ഏതായാലും തള്ളയുടെ പേര് പറഞ്ഞതാ. താഴോട്ട് 5 മുതൽ വായിര്. രൂത്തല്ലെന്ന്, രൂത്തിനെയൊക്കെ വിട്ടെന്ന്. രൂത്തൊക്കെ കയറിയല്ലോ പെരക്കകത്ത്. ഇനിയിപ്പം കയറാത്ത തള്ള കയറ്റ്. രൂത്തിനെയൊക്കെ നമ്മൾ പെരക്കകത്ത് കയറ്റി. മത്തായി 1:5 മുതൽ വായിക്കാൻ. ശൽമോൻ രാഘാബിൽ ബോവസിനെ ജനിപ്പിച്ചു. പിന്നെ ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. പിന്നെ ഒബേദ് ഇശായി ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അടുത്തത് ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. പേര് കൊടുത്തിട്ടില്ല. ഈ സ്ത്രീയെ കയറ്റി. ആരാ ഊരിയാവിന്റെ ഭാര്യ? ബത്ശേബ. 4 പെണ്ണുങ്ങളെ ഇതിനകത്ത് കയറ്റി. പെണ്ണുങ്ങളെ നോക്കിയാൽ എന്നാ നടക്കാത്ത? 2 പെണ്ണുങ്ങളല്ലയോ 2 മന്ത്രിസഭയ്ക്ക് നാശം ഉണ്ടാക്കി വെച്ചത്. ഒന്നും അറിയാൻ മേല. ഒരു തള്ളയാന്ന് അങ്ങ് സാരിയും ചുറ്റി രാവിലെ ഇറങ്ങും. മറ്റേ തള്ള നിങ്ങൾക്കൊന്നും അറിയാൻ മേല. അതെ, ഇവിടെ 4 എണ്ണത്തിന് ഇതിനകത്തോട്ട് കയറ്റി. താമാറ്, രാഘാബ്, രൂത്ത്, ബത്ശേബ. പക്ഷേ ഇതിനെയെല്ലാം കടത്തി വെട്ടി ഒരു കന്യകയെ ദൈവം ഒരുക്കി. അതാണ് നസറയത്തിലെ കന്യയാകുന്ന മറിയം. പിശാച് ധരിച്ചത് സ്ത്രീയുടെ സന്തതിയായി ഇവൻ വരാൻ ഞാൻ അനുവദിക്കത്തില്ല, കന്യകാസൂനുമായി അവൻ അവതരിക്കുവാൻ ജനിക്കുവാൻ അനുവദിക്കത്തില്ല. സാത്താന്റെ സകല പദ്ധതികളെയും തന്ത്രങ്ങളെയും അവൻ വേരോടെ പറിച്ചു മാറ്റി സർവജ്ഞനായ ദൈവം തമ്പുരാൻ മുൻപ് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തി എന്ന വണ്ണം അവൻ നസറയത്തിൽ ഒരു മറിയയെ ഒരുക്കി. ഇന്ന് രാത്രിയും ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റും. നിന്റെ കുടുംബത്തോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റും. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റും. ദൈവം വിശ്വസ്തൻ.